പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് വീടിന്റെ ഇന്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ്. ഞങ്ങളും അതുപോലെ തന്നെ എല്ലാവരെയും പോലെ വീട് പണി തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇന്റീരിയർ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നേരിട്ട് നമുക്ക് പരിചയമുള്ള ആളുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പലതരത്തിലുള്ള സോഴ്സുകൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കുറച്ച് എല്ലാം കാണുന്ന നല്ല ഭംഗിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ സൊല്യൂഷൻസ് ആണ് ഞങ്ങൾ മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് രശ്മി പറഞ്ഞ പോലെ ഞങ്ങൾ വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ അങ്ങനെ പല ഓപ്ഷൻസും കൂടാതെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വഴിയുള്ള വീട്ടിൽ ചെയ്തിരിക്കുന്ന പല ഓപ്ഷൻസും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ വൺ ഓഫ് ദി സെർച്ചിനിടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ വൺ ഓഫ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഐ തിങ്ക് ഇറ്റ് ഈസ് ഫേസ്ബുക്ക് വഴിയാണ് ഞങ്ങൾക്ക് കിച്ചൺ സ്റ്റുഡിയോനെ കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ച് കാണാനുണ്ട്. അത് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കത് അവർ ചെയ്ത 1-2 വർക്കുകളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ കിച്ചൺ സ്റ്റുഡിയോ നേരിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ വിഷ്ണു ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ബാക്കിയുള്ള ഡീൽസ് എല്ലാം അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഡിസ്കഷന്റെ സമയത്ത് എല്ലാ സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് ഞങ്ങൾ മനസ്സിൽ കണ്ടതിനേക്കാളും മനോഹരമായ രീതിയിലാണ് ഓരോന്നും ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പൊ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ. പിന്നെ അത് നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആവുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തു തന്നത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങള് വിഷ്ണുവായിട്ടുള്ള ഡീലിങ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഇതിൽ വർക്കെല്ലാം ഓൺ ടൈം ആയിരുന്നു. നമുക്ക് ഒരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഡിലേയോ ലാഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ വിത്തിൻ ബഡ്ജറ്റ് വിത്തിൻ ടൈം വർക്ക് ഫിനിഷ് ചെയ്യാനും എല്ലാം വളരെയധികം നന്നായി ചെയ്തു തീർക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ അതിനുശേഷമുള്ള ഫംഗ്ഷനിൽ വന്നു കണ്ട എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്റീരിയർ വർക്ക് വിത്തിൻ ബഡ്ജറ്റ്, ക്വാളിറ്റി ആൻഡ് എന്താ പറയുക ഭംഗി, അതാണ് എല്ലാവർക്കും എടുത്തു പറയേണ്ടത്. താങ്ക് യു. Thank you, Kitchen